പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ മുമ്പുള്ള രാത്രിയിൽ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ തൻ്റെ ഉപദേശങ്ങളുടെ സാരാംശം വളരെ ലളിതവും ശക്തവുമായ ഒരു കൽപ്പനയായിട്ട് അവർക്ക് നൽകി. അതെങ്ങനെയായിരുന്നു? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുവിൻ. ഇത് വെറും വികാരപരമോ ഉപരിപ്ലവമോ ആയ സ്നേഹത്തെ പറ്റിയല്ല, വില കൊടുക്കേണ്ടതും ജീവിത ശൈലിയാകേണ്ടതുമായ സ്നേഹത്തെ പറ്റിയായിരുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞത്. ഇന്നും അതേ വിപ്ലവകരമായ സ്നേഹ പ്രമാണത്തിലേക്കാണ് യേശു കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുവിൻ. ഇതാകുന്നു എൻ്റെ കൽപ്പന. യോഹന്നാൻ 15:12. കർത്താവിൻ്റെ ഈ സ്നേഹപ്രമാണം താല്പര്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കാനുള്ള ഉപദേശമായിട്ടല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് അതിനെ കൽപ്പന എന്നാണ് വിളിച്ചത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവൻ തന്നെ അനുഗമിക്കുന്നവരുടെ ജീവിത സമീപനം എങ്ങനെ ആയിരിക്കണമെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുവിൻ. ഇതാകുന്നു എൻ്റെ കൽപ്പന. നമ്മുടെ വിശ്വാസത്തിന് ആവരണമായി അണിയുന്ന അലങ്കാരമല്ല സ്നേഹം. നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമാണെന്നതിൻ്റെ തെളിവാണ് സ്നേഹം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്നാണ് യോഹന്നാൻ 14:15 ഉപദേശം. യേശുവിനോടുള്ള അനുസരണവും മനുഷ്യരോടുള്ള സ്നേഹവും ക്രിസ്തു വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റേത് സാധ്യമാവില്ല. അതുകൊണ്ട് നമ്മുടെ പ്രതികരണങ്ങളും വാക്കുകളും സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും കുടുംബ സംഭാഷണങ്ങളുമെല്ലാം ഈ കൽപ്പനയുടെ കീഴിലാണ്. ആരെ സ്നേഹിക്കണം, സ്നേഹിക്കാതിരിക്കണം എന്നത് തീരുമാനിക്കാനുള്ള അവകാശം ദൈവത്തിൻ്റെ മക്കളായ ക്രിസ്ത്യാനികൾക്കില്ല. സ്നേഹിക്കപ്പെടുവാൻ അർഹതയുള്ളവർ ആരാണെന്ന് തീരുമാനിക്കാനും ദൈവമക്കൾക്ക് അധികാരമില്ല. രാജാധിരാജാവും കർത്താധികർത്താവുമായ ക്രിസ്തു വ്യക്തമായി പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ദോഷത്തിൻ്റെയും മുറിവുകളുടെയും കണക്കുകൾ കൂട്ടാതെ പരസ്പരം സ്നേഹിക്കണം. സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ കൽപ്പന ഉപാധികളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നാണെങ്കിൽ സാധ്യമല്ല എന്ന് പറയാൻ എനിക്കെങ്ങനെയാണ് കഴിയുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾക്കെങ്ങനെയാണ് സാധിക്കുന്നത്? കയ്പിന് പകരം സ്നേഹവും അഹങ്കാരത്തിന് പകരം വിനയവും
സ്വാർത്ഥതയ്ക്ക് പകരം സ്നേഹവും തിരഞ്ഞെടുക്കുമ്പോഴാണ് ക്രിസ്ത്യാനികൾ ക്രൂശിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം തിരിച്ചറിയുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം. നാം അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവർ കള്ളം പറയുന്നു, അവരിൽ സത്യമില്ല. പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ അളവുകോൽ പറ്റുന്നതുപോലെ സാധിക്കുന്നതുപോലെ സ്നേഹിക്കുക എന്നല്ല, പിന്നെന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നതു തന്നെയാണ്. ഇവിടെ എൻ്റെ എല്ലാ ന്യായീകരണങ്ങളും അവസാനിക്കുകയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലാതിരുന്നപ്പോഴും ദൈവത്തോട് ശത്രുതയിൽ ആയിരുന്നപ്പോഴും കർത്താവ് എന്നെ സ്നേഹിച്ചു. പൗലോസ് അപ്പോസ്തലന്റെ നിസ്തുല പ്രഖ്യാപനം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. റോമർ 5:8. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം തൻ്റെ സ്നേഹം നമ്മോട് തെളിയിക്കുന്നു. ക്രിസ്തു തൻ്റെ ഉപാധികളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, ആദ്യം നമുക്ക് നൽകി. നാം നല്ലവരായ ശേഷമോ മാനസാന്തരപ്പെട്ടതിന് ശേഷമോ അല്ല ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നത് മുറിവേൽപ്പിച്ചവരിലേക്ക് പോലും കടന്നു ചെല്ലുന്ന സ്നേഹമാണ്. ഇഷ്ടപ്പെടുന്നവരെ മാത്രം സ്നേഹിക്കുന്നതിന് പകരം ക്രൂശിൻ്റെ വഴിയിലൂടെ എല്ലാവർക്കും പങ്കുവെക്കുന്ന സ്നേഹമാണ്. ക്രിസ്തുയേശുവിലുണ്ടായിരുന്ന ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്നേഹിക്കുവാൻ ക്രിസ്തു നമ്മെ സ്നേഹിച്ച് പഠിപ്പിച്ച സ്നേഹം അത് ഒരു വികാരം മാത്രമല്ല, മനോഭാവം കൂടിയാണ്. ദാസന്റെ രൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പ്രകടിപ്പിച്ച സ്നേഹമാണ് അത്. അത് നമ്മിലുണ്ടാകണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇതിന് നമ്മുടെ ചില മനോഭാവങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട്. വാദപ്രതിവാദങ്ങളിൽ ജയിക്കണമെന്ന നിർബന്ധവും എല്ലാവരാലും അംഗീകരിക്കപ്പെടണമെന്ന ആവശ്യവും മറ്റുള്ളവരുടെ ആരാധനാപാത്രമാകണമെന്ന താല്പര്യവുമൊക്കെ സറണ്ടർ ചെയ്യുന്ന സ്നേഹമാണ് ഇത്. കർത്താവ് നമുക്ക് വേണ്ടി സ്വീകരിച്ച താഴ്മ തിരഞ്ഞെടുക്കുന്ന സ്നേഹമാണ് ഇത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരുവചനത്തിലൂടെ കൂടുതലായി മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തിൽ വലിയ സ്വാധീനമുണ്ടാകും. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച പൗലോസ് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറിയതുപോലുള്ള വലിയ രൂപാന്തരം നമ്മളിലും സംഭവിക്കും. വഴിയാത്രക്കാരെ അതിഥികളായി സ്വീകരിച്ച അബ്രഹാമിലും അബ്ശലോമിന്റെ മരണത്തിൽ ഹൃദയം തകർന്ന് കരഞ്ഞ ദാവീദിലും
കല്ലെറിയുന്നവരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്തെഫാനോസിലുമൊക്കെ വിളങ്ങിയ സ്നേഹം നമ്മിൽ പ്രവർത്തനക്ഷമമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നവർക്കെല്ലാം അഗപ്പെ സ്നേഹവിരുന്ന്, ഉപാധികളില്ലാത്ത സ്നേഹവിരുന്ന് വിസ്മയ അനുഭവമാകും. നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം നമ്മുടെ പരസ്പര സ്നേഹത്തിലൂടെ ലോകമറിയണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 13:35. ക്രിസ്ത്യൻ ഐഡന്റിറ്റിക്ക് വേണ്ടി ബാഹ്യ കോസ്റ്റ്യൂമുകളും ചിഹ്നങ്ങളുമൊക്കെ അണിഞ്ഞിട്ടും ക്രിസ്തു ശിഷ്യന്മാരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്തതിൻ്റെ പ്രതിസന്ധിയിലാണ് ക്രിസ്ത്യാനികൾ. നമ്മുടെ ജീവിത പങ്കാളിയോടും മക്കളോടും സഭാ കുടുംബത്തോടും ജോലിസ്ഥലത്ത് ഇടപെടുവാൻ ബുദ്ധിമുട്ടുള്ള ആളുകളോടുമുള്ള നമ്മുടെ തുറവിയുള്ള പെരുമാറ്റവും നിലപാടുകളും യേശുവിനെക്കുറിച്ചുള്ള മൗന സുവിശേഷ പ്രഘോഷണങ്ങളാണ്. ദോഷത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാത്ത നിസ്വാർത്ഥ സ്നേഹമാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ദൃശ്യമായ തെളിവ്. കൃപയും ക്ഷമയും ത്യാഗപൂർണമായ ദയയും വ്യക്തിത്വത്തിൽ നിറയുമ്പോൾ പ്രകടമാകുന്ന ക്രിസ്തീയ ജീവിത ശൈലിയാണ് ഇത്. ഇതൊക്കെ ആർക്കാണ് സാധ്യമാവുക? നമ്മുടെ സ്വന്തം ശക്തിയാൽ ഒരിക്കലും സാധ്യമാവില്ല. ജഡീക മനസ്സ് ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ഇത് സാധ്യമാക്കുവാനുള്ള വഴി നമ്മുടെ കർത്താവ് പറഞ്ഞു തന്നു. യോഹന്നാൻ 15:5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നെ വിട്ടു പിരിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അവൻ്റെ വിസ്മയ സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം നമ്മിലേക്ക് ശക്തിയായി പ്രവഹിക്കും. അത് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഉപാധികളില്ലാതെ ഒഴുകും. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 5:5 പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയർ 4:13. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:21. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് മാത്രമേ ക്രിസ്തു സ്നേഹം എല്ലാവർക്കും പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. മുറിവേൽപ്പിച്ചവർക്ക് നൽകുന്ന മാപ്പ്, മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെടുന്ന മറ്റുള്ളവരുടെ അപരാധങ്ങളുടെ ഫയലുകൾ, സേവന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ്. കർത്താവായ യേശുവേ,
അർഹതയില്ലാത്ത എന്നെ ത്യാഗപൂർണമായ സ്നേഹത്തോടെ അവിടുന്ന് സ്നേഹിച്ചതിനായി സ്തോത്രം. അവിടുന്ന് എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.